നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ് കുറച്ച് ദിവസമായി, വെക്കേഷൻ മുമ്പേ ആയിരുന്നു. വെക്കേഷൻ മുമ്പേ ഇടയ്ക്ക് 2 ക്ലാസ് കണ്ടിട്ടിരുന്നു. നിങ്ങൾ കണ്ടാൽ കണ്ടിട്ടുള്ള കുഴപ്പമില്ല. അസെറ്റോ അസെറ്റിക് എസ്റ്ററിനെ പറ്റിയായിരുന്നു. അസെറ്റോ അസെറ്റിക് എസ്റ്റർ. അസെറ്റോ അസെറ്റിക് എസ്റ്റർ ഈസ് CH3 CO CH2 COO ET. ഇതിന്റെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ആ പേരിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ബൈക്കാർട്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്തായാലും തെറ്റിക്കും. എത്ര കുട്ടികൾ തെറ്റിക്കും. ഇതൊക്കെ സിമ്പിൾ സ്ട്രക്ചർ ആകുമ്പോൾ പോലും തെറ്റിക്കുമ്പോൾ CH2 അപ്പുറം CO ഇപ്പുറം ചെയ്തു, ഇവിടെ റോ മാത്രമേ ഉണ്ടാവും. ഇത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എൻ എസ്റ്റർ. നിർബന്ധമായിട്ടും നമുക്കറിയാം, എസ്റ്റർ എന്ന് പറഞ്ഞാൽ, വെറുതെ എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഈതേൽ എസ്റ്റർ ആണ്. ET എന്ന് പറഞ്ഞാൽ ഈതേൽ ഗ്രൂപ്പാണ്. ഇങ്ങനെയും കാണാം. അതിന്റെ കൺഫ്യൂഷൻ കുറക്കാൻ വേണ്ടിയാണ് CH3 CO CH2 COO. ET എന്ന് പറഞ്ഞാൽ എന്താണ്, CH2 CH3. ഇത് കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. This is actually an ester formed between ethanol, CH3 CH2 OH. കാണുന്നുണ്ടോ? എത്തനോളും ഇത് CH3 CO CH2 COOH. എന്താണ്? അസെറ്റോ അസെറ്റിക്. ശ്രദ്ധിക്കുക, CH3 CO CH2 COOH എന്നുള്ള മോളിക്യൂളും മറ്റേത് CH3 CH2OH എത്തനോളും കൂടി ചേർന്നിട്ടാണ്. ഈ ആസിഡിന്റെ പേരാണ് എന്ത്? അസെറ്റോ അസെറ്റിക് ആസിഡ്. മനസ്സിലാണ്ടോ? അസെറ്റോ അസെറ്റിക് ആസിഡ്. അസെറ്റിക് ആസിഡ് ഇവിടെ കാണാം. CH3COH ആണ്. പക്ഷേ അതിനോട് കണക്ഷൻ വരുമ്പോൾ CH2 ആയി പോയല്ലോ. അസെറ്റിക് ആസിഡിന്റെ ദിസ് ഈസ് ദ അസെറ്റൈൽ ഗ്രൂപ്പ് ഓർ അസെറ്റോ അസെറ്റിക് ആസിഡ്. അതിന്റെ എസ്റ്ററേമോ CH3 CO CH2 COO കണ്ട COOET. OET എന്ന് പറഞ്ഞത് എത്തനോളിന്റെ ഭാഗത്ത് വരുന്നത്. ഇതാണ് OET. മനസ്സിലാകുന്നുണ്ടോ? OET ആണ്. ETOH എന്ന് പറഞ്ഞാൽ എത്തനോളായി. ഈ എത്തനോൾ അസെറ്റോ, ഇറ്റ് ഈസ് സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് എസ്റ്റർ ഫോംഡ് ബിറ്റ്വീൻ അസെറ്റോ അസെറ്റിക് ആസിഡ് ആൻഡ് എത്തനോൾ. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ച് എളുപ്പമാണ്. അസെറ്റോ അസെറ്റിക് എസ്റ്റർ. അസെറ്റോ എന്താണ്? CH3CO. അസെറ്റിക് എന്താണ്? CH2COO. എസ്റ്റർ OET. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ തെറ്റി പോരാ. So it is aceto acetic ester and we have seen how it is prepared. ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? It is an active methylene. നമ്മൾ എങ്ങനെ തുടങ്ങിയത്? ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് അല്ലേ? Methylene group which is flanked by 2 strongly electron withdrawing groups like CO, CN, NO2 etc. Multiply bonded ആയിട്ടുള്ള strongly electron withdrawing ആയിട്ടുള്ള ഗ്രൂപ്പുകൾ അപ്പുറം ഇപ്പുറം വരുമ്പോഴാണ് ഇത് എന്താവുന്നത്? ആക്റ്റീവ് ആകുന്നത്, റിയാക്റ്റീവ് ആകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? അപ്പൊ അങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കിയിരുന്നത്? നമ്മള് ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ അസെറ്റോ അസെറ്റിക് ആസിഡും എത്തനോളും ചേർത്ത് ഉടച്ചാൽ ഉണ്ടാവുന്ന എഴുതാൻ പാടില്ല. അങ്ങനെയല്ല അത് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? സാധാരണ എസ്റ്റർ ഉണ്ടാക്കുന്ന ആസിഡ് ആൻഡ് ദി ആൽക്കഹോൾ റിയാക്ടിങ് ടുഗദർ ഇൻ ദി ഫോം ഓഫ് എ കാറ്റലിസ്റ്റ്. അത് ഇവിടെ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അസെറ്റോ അസെറ്റിക് ആസിഡ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ഈസ് ഫോംഡ് ബൈ ദി ക്ലേസൻ കണ്ടൻസേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ക്ലേസൻ കണ്ടൻസേഷൻ. So acetoacetic ester is formed by the Claisen condensation of a ethyl acetate. ഇത് അസെറ്റിക് ആസിഡ് എസ്റ്റർ. മനസ്സിലാണ്ടോ? CH3COH ഉം ETOH ചേർന്ന്, അതായത് CH3COO CH2 CH3. അത് എത്തനോൾ പാർട്ട്. ഇത് അസെറ്റിക് ആസിഡ്. ദിസ് ഈസ് ethyl acetate. ശ്രദ്ധിക്കുമ്പോൾ എസ്റ്റർ എപ്പോൾ എഴുതുമ്പോഴേ ആസിഡ് എഴുതും, ഫോമിൽ എഴുതുമ്പോഴേ ആസിഡിന്റെ പേര്, ആസിഡിന്റെ ഫോം കഴിഞ്ഞിട്ടാണ് സാറിന് ഇതിൽ ആൽക്കഹോളിന്റെ പേര്. ശ്രദ്ധിക്കും നിങ്ങൾ RCOO R' എന്ന് എഴുതുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് RCOOH ആൻഡ് R'OH. നമ്മൾ നേരത്തെ പഠിച്ചത് എസ്റ്ററിനെ പറ്റി പഠിക്കുമ്പോൾ ഇവിടെയുള്ള OH ഉം ഇവിടെയുള്ള H ഉം കൂടി പോയിട്ടാണ് RCOOR' ഇങ്ങനെ ആവുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ആരുടെ പേര് എഴുതിയത്? ആസിഡ്. പിന്നെ നമ്മൾ എഴുതിയത് ആൽക്കഹോൾ. പക്ഷെ പേര് പറയുമ്പോഴോ ഈഥൈൽ അസെറ്റേറ്റ്. ആൽക്കഹോളിന്റെ പേര് പറഞ്ഞിട്ടാണ് മീഥൈൽ ബ്യൂട്ടനോയേറ്റ്, പ്രൊപ്പൈൽ പ്രൊപ്പനോയേറ്റ്. നമ്മൾ പറഞ്ഞത് ആൽക്കഹോളിന്റെ പേര് പറയുമ്പോൾ ആൽക്കഹോളിന്റെ പേര് ആദ്യം, പിന്നെ ആസിഡിന്റെ പേര്. ഫോർമുല എഴുതുമ്പോൾ നേരെ തിരിച്ചെഴുതുന്നത്. അത് അതിന് കടമ തിരിച്ചെഴുതിപ്പോഴുള്ള കുഴപ്പമൊക്കെ ഇതെങ്ങനെ എഴുതാം? R'OCOR എന്ന് എഴുതിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്ങനെ എഴുതരുത്? R'COOR എന്ന് എഴുതിയാൽ ഇത് തെറ്റാണ്. മനസ്സിലായില്ലേ?
R-COO എന്ന് എഴുതിയ ശരിക്കും പറഞ്ഞാൽ ഈ ആസിഡും ഈ ആൾക്കോളാണ്. ഒരു ROH എന്നുള്ള ആൾക്കോളും R-COH എന്നുള്ള ആസിഡും കമ്പൈൻ ചെയ്ത് വ്യത്യാസം മനസ്സിലാണെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ഒറ്റ ഇപ്പോൾ കൺവെൻഷൻ ഇങ്ങനെ എഴുതുന്നത് R-COO-R'. ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ട് R-COO-R' ഇങ്ങോട്ട് എഴുതണം. അല്ലാണ്ട് R-COO-R എന്ന് എഴുതിയാല് അത് തെറ്റാണ് കേട്ടോ. R-OCOR എന്നാ വരുന്നത്. സ്ട്രക്ചർ ഒക്കെ മനസ്സിലാവും. R-OCOR ഉണ്ടാവും. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ ആസിഡ് പാർട്ട് റെഡിയാണ് വരുന്നത്. ആസിഡ് പാർട്ട് CO എന്ന് വരുന്നത് അത് ആരോട് ചേർന്നതാ? ആറിനോട് ചേർന്ന്. ആൽക്കഹോൾ പാർട്ടോ R-നോട് ചേർന്ന്. R-നോട് ചേർന്ന് ആൽക്കഹോളും R-നോട് ചേർന്ന് ആസിഡ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെയാണ് ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. എഴുതുമ്പോഴൊക്കെ ഫോമുല മാറിപ്പോയി വേറെ കോമ്പൗണ്ട് ആയി പോകും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ പേര് പറയുമ്പോഴും എഴുതുമ്പോഴും തിരിച്ചു മറിച്ചാണ്. ഈതൈൽ ബെൻസോയിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈതൈൽ ബെൻസോയിക് ആസിഡ് എഴുതിയതിനു ശേഷം അപ്പുറം ഈതൈൽ എഴുതുക. ബെൻസോയിക് ആസിഡ് E6H5COOH ബെൻസോയിക് ആസിഡ്. CO എഴുതിയാൽ മതി, OH വേണ്ട. പിന്നെ എന്താണ്? ഈതൈൽ എന്താണ്? OET. ഇപ്പൊ എന്തായി? ഈതൈൽ ബെൻസോയിക് ബെൻസോയിക് ആസിഡ് ആൻഡ് എത്തനോൾ. അങ്ങനെ ഇറ്റ് ഈസ് കോൾഡ് സിംപ്ലി ബെൻസോയിക് എസ്റ്റർ. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. എത്തനോളുമായിട്ട് ചേർന്ന എസ്റ്റർ എന്ന് പറയുമ്പോൾ ആൽക്കഹോളിന്റെ ഭാഗം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ എസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി. ബെൻസോയിക് എസ്റ്റർ, അസെറ്റോഅസെറ്റിക് എസ്റ്റർ. മനസ്സിലായില്ലേ? ബ്യൂട്ടനോയിക് എസ്റ്റർ. ബ്യൂട്ടനോയിക് എസ്റ്റർ പറഞ്ഞാൽ എന്താണ്? ഈതൈൽ മാത്രം. മീഥൈൽ ബ്യൂട്ടനോയിറ്റ് അങ്ങനെ തന്നെ പറയണം. പ്രൊപ്പൈൽ ബ്യൂട്ടനോയിറ്റ് അങ്ങനെ തന്നെ പറയണം. ഈതൈൽ ബ്യൂട്ടനോയിറ്റ് അങ്ങനെ പറയണം. പറഞ്ഞാൽ കുഴപ്പമില്ല, പറയണമെന്നില്ല. വെറുതെ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടറിക് എസ്റ്റർ അല്ലെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡിന്റെ പഴയ പേരാണ് ബ്യൂട്ടറിക് എസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി. ദാറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. സാലിസിലിക് എസ്റ്റർ എന്നാണ് ഈതൈൽ സാലിസിലേറ്റ് ആണ്. മലോണിക് എസ്റ്റർ എന്നാണ് ഡൈഇഥൈൽ മലോണേറ്റ്. അവിടെ ഡൈ വരാൻ കാരണം മലോണിക് ആസിഡ് ഒരു ഡൈ കാർബോക്സിലിക് ആസിഡ് ആയതുകൊണ്ടാണ്. പറഞ്ഞത് ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഇവിടെ തിരിച്ചിലേക്ക് വരികയാണ്. Acetoacetic ester can be produced or prepared by the Claisen condensation of ethyl acetate or ethyl acetate with a sodium ethoxide, a strong base, sodium ethoxide. Sodium ethoxide in the presence of ethanol ethyl acetate heat and the reaction CH3. നമ്മൾ നേരത്തെ പഠിച്ച എസ്റ്റേഴ്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവില്ല. പ്ലസ് CH3CO. Two molecules of this react together with ETO from here and one H from this goes and we get a CH3CO. Then they are CH2COOET. Got it? When then ethyl acetoacetate or acetoacetic ester. Clear on the so that is a reaction. That's a reaction. രണ്ട് മോളിക്യൂൾ അതിങ്ങനെ ചേർന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് by the reaction between two molecules of the parana by heating ethyl acetate with sodium ethoxide. This reaction is known as a Claisen condensation in which two molecules react together. Two molecules react together in the presence of sodium ethoxide forming one molecule of ethyl acetoacetate or acetoacetic ester. Acetoacetic ester is formed by the Claisen condensation of ethyl acetate in the presence of sodium ethoxide. ഇതാണ് സാധാരണഗതിയിൽ അസെറ്റോഅസെറ്റിക് എസ്റ്റർ ഉണ്ടാക്കാനുള്ള മെത്തേഡ്. ഇതിന് വെച്ച് തന്നെയാണ് മിക്കവാറും എല്ലാ കേസിലും നമ്മുടെ ഈ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്. ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ അല്ല ബൈ ദ Claisen condensation of ethyl acetate in the presence of sodium ethoxide. നമ്മൾ എന്താ ചെയ്യുന്നത്? ethyl acetate സോഡിയം ethoxide നേരത്തെ ഹീറ്റ് എത്രയാണ്? ഇതിന്റെ മെക്കാനിസം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. മെക്കാനിസം ഈസ് എക്സ്ട്രീംലി സിമ്പിൾ. ഒരു പ്രയാസമില്ല. This base, that is base എവിടെ? ethoxide ion, sodium ethoxide. എന്തൊക്കെ? NaOET. Na plus OET minus. Just like NaOH, Na plus and OH minus ആകുമ്പോൾ യാതൊരു വ്യത്യാസമില്ല. ethoxide ion is a stronger base, even stronger than the hydroxide ion. വളരെ strong base ആണ്. ഈ ബേസ് എന്ത് ചെയ്യുന്നു? CH3COOET യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു പ്രോട്ടോൺ എടുക്കുന്നു. ആര്? ethoxide ion by OET. അപ്പൊ എന്താവും? എത്തനോളാവും. അത് വേറെ കാര്യം, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ബീങ് എ സ്ട്രോങ് ബേസ്
being a strong base, it takes away, or it is abstracts a proton from ethyl acetate. എന്തായി മാറി? ഒരു പ്രോട്ടോൺ പോയാൽ CH3 എന്തായി? CH2 ആയി. ഒരു പ്രോട്ടോൺ പോസിറ്റീവ് ചേർന്നപ്പോൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ചേർന്ന CH2COOET എന്നുള്ള സാധനം. And this is a nucleophile because it has a negative charge. It is a nucleophile. And this CH2COOT or the nucleophile. For the nucleophile എന്ന് പറയാൻ കാരണം എന്താണ്? Yes, it is having a negative charge. It will try to attack a positive center. So you can see that another molecule CH3COOET. ഇത് വേറെ മോളിക്യൂൾ ആണ്. ഈ മോളിക്യൂൾ ഇങ്ങനെ പോയി മറ്റേ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? മറ്റേ മോളിക്യൂളായിട്ട് ഇയാൾ റിയാക്ട് ചെയ്യും. ആര്? CH2COOET റിയാക്ട് ചെയ്യും. എങ്ങനെ? Yes, you can see that shift will be like this. ഇത് ഇങ്ങോട്ട് പോയിട്ട് ഇത് ഇവിടെ നെഗറ്റീവ് ചാർജ് ഇവിടെ. അപ്പൊ എന്തായി? ഇപ്പൊ നമുക്ക് കിട്ടുന്നത് CH3C ഇവിടെ എന്തായി മാറി? ഒരു ബോണ്ടേ ഉള്ളൂ. O നെഗറ്റീവായി. അത് മനസ്സിലാണെങ്കിൽ ഇറ്റ്സ് ക്ലിയർ. ഈ ഇലക്ട്രോൺ അങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ് വന്ന് ഡബിൾ ബോണ്ട് പോയതുകൊണ്ട് അത് പൈ ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ആണ്, അത് അപ്പുറത്തേക്ക് പോയി. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് ചാർജ്. നേരത്തെ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ടാളും കൂടി. അപ്പൊ രണ്ടാമത് ചാർജ് ഇല്ല. ഈ ഇലക്ട്രോൺ രണ്ടും കൂടി അങ്ങോട്ട് പോയാൽ എന്തായി? നെഗറ്റീവ് ചാർജ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് വരും? ഇവിടെ ആ പോസിറ്റീവ് ചാർജ് ആണ് ഈ നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ എഴുതാം CH2COOET. പിന്നെ ഈ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ബോണ്ടായി. ഈ പെയർ ഓഫ് ഇലക്ട്രോൺ അങ്ങോട്ട് പോയാൽ നെഗറ്റീവ് ചാർജ്. ഈ ഭാഗത്ത് എന്തിന്റെ ഇതങ്ങനെ അങ്ങനത്തെ സ്ട്രക്ചർ കിട്ടും. ഇപ്പൊ നെഗറ്റീവ് ചാർജോട്. ഇനി ഇത് നേരെ തിരിച്ച് സംഭവിക്കും. ഇത് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇത് ഇങ്ങോട്ട് പോകുന്നതിന് പകരം ഇത് ഇങ്ങോട്ട് പോകും. അപ്പൊ എന്തായി? CH3C ഇവിടെ വീണ്ടും എന്തായി? ഡബിൾ ബോണ്ടായി. ഓക്കെ, ഡബിൾ ബോണ്ടായി. ഇവിടുത്തെ ചാർജ് പോവുകയും ചെയ്ത് ഇതാ ഈ സാധനം എന്തായി? CH2COOET. താഴെ അങ്ങോട്ട് പോകണം. നമ്മൾ സൈഡിൽ ചെയ്ത് ഇവിടെ എഴുതിയാൽ കണക്ക് തന്നെയാണ്. പ്ലസ് ഇത് പുറത്തേക്ക് പോയി. OET മൈനസിന് എന്ത് ചെയ്യാം? പിന്നെ വേറെ മോളിക്കൂൾ അറ്റാക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? എത്തോക്സൈഡ് അയോൺ. അപ്പൊ എത്തോക്സൈഡ് ആദ്യം അവിടെ കയറിക്കൂടി അല്ലേ? ആദ്യം അവിടെ കയറിക്കൂടി എന്തായി? ഇതാ ഇങ്ങനെ CH2COOET ആയി മാറി. CH2COOET എന്ത് ചെയ്ത്? CH2COOET gets attached to another molecule CH2 with a negative charge, of course, the nucleophile gets attacked here and forms this species which again undergoes a rearrangement forming of the CH3CO CH2. നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് അസിറ്റോഅസിറ്റിക് ആസിഡ്. വളരെ സിമ്പിൾ ആണ്. തുറന്ന് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇതിന് വളരെ ലാഭത്തിൽ ഇങ്ങനെ എഴുതണമെന്നില്ല. ഇതൊക്കെ എങ്ങനെ എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. നേരെ അങ്ങ് എഴുതിയാലേ CH3COOET plus OET minus ethoxide ion CH2COOET plus ET oils. ഓക്കെ. ഇത് ഇവിടെയുള്ള പ്രോട്ടോൺ ഇവരെടുത്ത് ഇപ്പൊ നെഗറ്റീവ് ചാർജ് ആണ് ഇങ്ങോട്ടേക്ക് പോയി. നൗ CH3COOET വേറൊരു മോളിക്കൂളാണ്. രണ്ടാമത്തെ മോളിക്കൂൾ. 2 മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ. പ്ലസ് CH2COOET മൈനസ് ഈ സാധനം. ഇതും വേറൊരു മോളിക്കൂൾ റിയാക്ട് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യുന്നു? ഇത് ഇതിൻ്റെ ഇടയ്ക്കേക്ക് വരുന്നു. ഇതെന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങോട്ട് പോകുന്നു. ഗിവിങ് CH3C. നമ്മള് ഇത് വൈകാട്ടോടിച്ചേക്കേണ്ട ആവശ്യം. ഇവിടുന്ന് മാറ്റമുണ്ടാവുക ഡബിൾ ബോണ്ടിന് പകരം സിംഗിൾ ബോണ്ടായി. ഓക്സിജന്റെ മോള് നെഗറ്റീവ് ചാർജ്. വേറെ യാതൊരു മാറ്റമില്ല. ഇത് രണ്ടും കൂടി കണക്റ്റഡ് ആയി. CH2COOET. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങോട്ട് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങോട്ട് പോയി. അപ്പൊ എന്തിട്ട്? CH2COOET പ്ലസ് OET മൈനസ് തുടക്കത്തിൽ കയറി വന്ന OET. മനസ്സിലായില്ലേ? ദാറ്റ്സ് ദ റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ് ഈസ് ദിസ് ഈസ് ദ മെക്കാനിസം. വളരെ സിമ്പിൾ മെക്കാനിസം ആണ്. ആകെ മനസ്സിൽ കാണാനേ ഉള്ളൂ. ഒരു ഇതര അസറ്റത്തിൽ നിന്ന് ഒരു പ്രോട്ടോൺ പോകുന്നു.
അപ്പോൾ CH3 CH2 നെഗറ്റീവ് ചാർജ് ആവുന്നു. ആ നെഗറ്റീവ് ചാർജ് മറ്റേ മോളിക്യൂളിലുള്ള ആ കാർബൺ അറ്റാക്ക് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദിസ് mesomeric effect, this oxygen becomes negative and it gets connected to this one. ഈ കാർബൺ കണക്ട് ചെയ്തതിനു ശേഷം തിരിച്ച് ആ ഇലക്ട്രോൺ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ മുറിഞ്ഞു പോകുന്നത് ഇതല്ല, അതിന് പകരം ഇത് മുറിഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടി. ഇതാണ് അതിന്റെ മെക്കാനിസം. സോ സിമ്പിൾ. ഓക്കെ, നമുക്കതിന്റെ പ്രോപ്പർട്ടീസ്. അസറ്റോസ്റ്റിക് എസ്റ്റർ ഇസ് എ കളർലെസ് ലിക്വിഡ്. എസ്റ്റർ അത് പ്രസന്റ് സ്മെൽ ഉണ്ടാവും. വാട്ടർ സോലബിലിറ്റി കുറവാണ്. അതൊന്നും അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട റിയാക്ഷൻസ് നോക്കാം. അസറ്റോസ്റ്റിക് എസ്റ്ററിന്റെ പ്രത്യേകത നമ്മൾ എന്താണ് പറഞ്ഞത്? ദിസ് ഈസ് എൻ ആക്റ്റീവ് മെത്തിലീൻ കോമ്പൗണ്ട് ഓർ ദ മെത്തിലീൻ ഗ്രൂപ്പ്, ദാറ്റ് is CH2 group in between the two CO group is a highly reactive, or it is said to be as the proton H plus can be released as proton, that is H hydrogen can be released as proton, that is CH3 CO CH2 CO OET. ഇതാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഈ ഹൈഡ്രജന് ആക്ടിവിറ്റി വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അത് അസിഡിക് ആണ്. അസിഡിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് ക്യാൻ ബി റിലീസ്ഡ് ആസ് എ H പ്ലസ്. ശ്രദ്ധിക്കുക, ഈ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട്, ഇതില് ഈ ബോണ്ട് ഫോം ചെയ്തതിനു ശേഷം ഈ ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ഇവിടെ വിട്ടുകൊണ്ട് ഇതിന് പോസിറ്റീവായിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കും എന്ന് പറയുന്നതിന് പകരമാണ് എന്ന് പറയുന്നത് നമ്മുടെ it is highly acidic. It is highly acidic means it can be released as a H plus, ലീവിങ് അതിന് സ്വന്തം ഇലക്ട്രോൺ പോലും കാർബണിന് കൊടുത്തുകൊണ്ട് അതൊക്കെ പോവാണ്. ആരായിട്ട്? H പ്ലസ് ആയിട്ട്. CH ബോണ്ട് ഫോം, ശ്രദ്ധിക്കുക, CH ബോണ്ട് ഫോം ചെയ്ത് എങ്ങനെയാണ്? കാർബണിന്റെ ഒരു ഇലക്ട്രോണും ഹൈഡ്രജന്റെ വേറെ ഇലക്ട്രോണും കൂടി ഷെയർ ചെയ്തിട്ടാണ് CH ബോണ്ട് ഉണ്ടാവുന്നത്. തിരിച്ചും പുറത്തേക്ക് പോകുമ്പോഴോ ശരി ഞാൻ കൊണ്ടുവന്ന ഇലക്ട്രോൺ നീ വെച്ചോ, എനക്കൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അത് H പ്ലസ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പൊ നമ്മളിത് പറയുന്നു this is an acidic proton. This proton is acidic. This is not acidic proton. അസിഡിറ്റി വളരെ കുറവാണ്, പോകാൻ സാധ്യത ഒക്കെ ഉണ്ട്. എന്നാലും ഇറ്റ്സ് ഹൈലി അസിഡിക് പ്രോട്ടോൺ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? സപ്പോസ് ഇറ്റ് ലൂസസ് എ പ്രോട്ടോൺ. പ്രോട്ടോൺ പോയാൽ എന്താണ്ടാവുക? ഇത് CH മൈനസ് ആയി മാറും. ഒരു ആസിഡിൽ നിന്ന് ഒരു പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒരു നെഗറ്റീവ് ചാർജ് ആനയോൺ ആയിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും. ദാറ്റ് ആനയോൺ ഈസ് കോൾഡ്, എന്താണ് പറയുന്നത്, ഒരു പേരുണ്ട്, ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് ദി അതർ കോമ്പൗണ്ട്. ആദ്യത്തെ കോമ്പൗണ്ടിന്റെ, അതായത് CH3 CO CH2 ഒറിജിനൽ കോമ്പൗണ്ടിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ഈ കോമ്പൗണ്ട്. മനസ്സിലാണല്ലോ? ചുരുക്കി പറഞ്ഞാല് HA എന്നുള്ള ആസിഡിൽ നിന്ന് H പ്ലസ് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണ്? അതിന്റെ ആനയോൺ ആയിരിക്കും. ദിസ് ഈസ് ദ ആസിഡ്, ദിസ് ഈസ് ദ കോൺജുഗേറ്റ് ബേസ്. നൈട്രിക് ആസിഡിൽ നിന്ന് H പ്ലസ് പോയ നൈട്രേറ്റ് അയോണായി മാറും അല്ലേ? അസറ്റിക് ആസിഡിൽ നിന്ന് H പ്ലസ് പോയാൽ അസറ്റേറ്റ് അയോണായി മാറും. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്ന് H പ്ലസ് പോയാൽ ക്ലോറൈഡ് അയോണായിട്ട് മാറും. ഈ ക്ലോറൈഡ് അയോണായാലും നൈട്രേറ്റ് അയോൺ ആയാലും അസറ്റേറ്റ് അയോൺ ആയാലും അതൊക്കെ എന്താണ്? നമ്മുടെ പാരന്റ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ്. ക്ലോറൈഡ് അയോൺ ഇസ് ദി കോൺജുഗേറ്റ് ബേസ് ഓഫ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ മറന്നിട്ടുണ്ടാവും. ക്ലോറൈഡ് അയോൺ ഇസ് ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് എ HCl. Nitrate ion is the conjugate base of HNO3. Acetate ion is the conjugate base of acetic acid. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമുക്കറിയാം. ഈ കോൺജുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റേബിൾ ആണോ, ഈ സാധനം സ്റ്റേബിൾ ആണോ, അത്രത്തോളം ഇതിന് ഈ പ്രോട്ടോണിനെ റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? The more stable the conjugate base, you can say the more acidic is the കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് കൂടുതൽ അസിഡിക് ആവുന്ന എപ്പോഴാണ്? അതിന്റെ കോൺജുഗേറ്റ് ബേസ് കൂടുതൽ, അതെല്ലാം ബാധകമാണ്. ഓർഗാനിക് ആസിഡ്, ഇനോർഗാനിക് ആസിഡ് ആയാലും H പ്ലസ് പോയിട്ട് ബാക്കി വരുന്ന സ്പീഷീസിന് അതിന് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് H പ്ലസിനെ ലൂസ് ചെയ്യാൻ സന്നദ്ധത കൂടുതൽ കാണിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ മീഥൈൻ മോളിക്യൂളിന് H പ്ലസ് പോയാൽ എന്താ കിട്ടുക? CH3 മൈനസും H പ്ലസും ആണ്. ഈ CH3 മൈനസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറും ഇല്ല. ഒരു കാരണം ഇത് കോൺജുഗേറ്റ് ബേസ് ആണ് മീഥൈന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മീഥൈന് ഈ പറഞ്ഞ H പ്ലസ് ലൂസ് ചെയ്യാൻ ടെൻഡൻസി തീരെ കുറവാണ്. കാരണം എന്താണ്? അങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്പീഷീസ്, അതാണ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ്. സ്റ്റേബിളേ അല്ല. അത് സ്റ്റേബിൾ ആണെങ്കിലോ മീഥൈൻ പെട്ടെന്ന് വേറെ അസറ്റിക് ആസിഡ് CH3 COOH
ഇത് വേറെ പ്രോട്ടോൺ ആണ്. ഇത് പോകുമ്പോഴേ ഇതെന്താണ് അസറ്റേറ്റ് അയോൺ. ദാറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. നമുക്കറിയാം CH3 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? കാർബോക്സിലിക് ആസിഡ് പഠിച്ചപ്പോഴേ യെസ്, ഇത് ഇങ്ങോട്ടും പോയി വേറൊരു സ്ട്രക്ചർ വരും. അതിന് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ് ഇത്. And we can see that yes, acetate ion is stabilized by resonance. That's why acetic acid is a stronger acid compared to methane. Methane acid is very very weak acid because it has no tendency to lose a proton. Why? Because by losing a proton it forms a CH3 minus the conjugate base which is not at all stabilized by any fact. ഒരു വിധത്തിലും stabilized അല്ല. Therefore acetic acid by losing that as proton gets converted into acetate ion which is stabilized by resonance. അപ്പോൾ നമ്മുടെ കോൺജുഗേറ്റ് ബേസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ അത് കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് അസിഡിക് ആയിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. നമ്മുടെ കേസിൽ പോട്ടെ അസെറ്റോ അസെറ്റിക് എസ്റ്ററിൽ നിന്ന് ഒരു പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇപ്പൊ എന്താ എഴുതിയിരിക്കുന്നത്? ദാറ്റ് ഇസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് അസെറ്റോ അസെറ്റിക് എസ്റ്റർ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നെഗറ്റീവ് ചാർജിനെ ഇങ്ങനെ പോയി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. എന്താ നെഗറ്റീവ് ചാർജ് ഇവിടുന്ന് ഓക്സിജനിലേക്ക് വന്ന് CH3 നേരത്തെ നമ്മൾ ഇതുപോലെ CO മൈനസ് എത്തിക്കുക. ഇവിടെ എന്തായി? ഇവിടെ ഡബിൾ ബോണ്ടായി CHCOOET. ഇങ്ങനെ ഒരു സ്ട്രക്ചർ പോസിബിൾ ആണ്. റെസൊണൻസ് തീർന്നില്ല. അതിന് പകരം ഇത് ഇങ്ങോട്ട് വന്ന് എത്തിക്കുന്നില്ല. അവിടെ തന്നെ നിന്നോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പൊ എങ്ങനെയാവും? അപ്പൊ നെഗറ്റീവ് അങ്ങനെ വേണ്ട. ഇതിന് പകരം ഇതാ CH3 CO CH മൈനസ് COOET എന്നുള്ളത് ഇതേപോലെ ഈ ഡയറക്ഷനിലേക്ക് പോവാം. ഇതാ ഇതിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടേണ്ടത് സ്ട്രക്ചർ ദാറ്റ് ഈസ് CH3 CO CH ഡബിൾ ബോണ്ട് CO മൈനസ് OET. മനസ്സിലാകുന്നുണ്ടോ? ഈ രണ്ട് സ്ഥലത്ത് കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? So we can see that this negative charge on the carbon can be delocalized into this oxygen and also into this oxygen. Or we can say this is 1, this is 2 and this is 3. There are 3 different canonical structures. So this is stabilized highly by resonance. So the conjugate base of a acetoacetic ester is stabilized by resonance. And this stabilization is actually the driving force towards the acidic nature of this methylene hydrogen atom. ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റംസിന്റെ അസിഡിറ്റിക് കാരണം എന്താണ്? അസിഡിക് നേച്ചറിന് കാരണം എന്താണ്? അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെ പ്രോട്ടോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന സ്പീഷീസ് ആയ ഈ കോൺജുഗേറ്റ് ബേസ് ദാറ്റ് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. പറഞ്ഞാൽ പോരാ, കാണിക്കണം. രണ്ട് സൈഡിലേക്കും കാണിക്കാം. ഇങ്ങോട്ടും കാണിക്കാം, അങ്ങോട്ട്. ഈ നെഗറ്റീവ് ചാർജ് ഇവിടുത്തെ മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇങ്ങനെ കാർബൺ മുകളിലെ നെഗറ്റീവ് ചാർജ് ഇവിടത്തേക്ക് പോയി, ഇത് ഡബിൾ ബോണ്ടായി, അങ്ങോട്ട് പോയി, ഇവിടെ യാതൊരു മാറ്റവും ഡബിൾ നെഗറ്റീവ് ചാർജ് വന്ന് നേരെ അവർക്ക് ഈ കാർബൺ അതിലേക്ക് CO-യിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് വന്ന്. ശരിക്കും പറഞ്ഞാൽ we can draw 3 different canonical structures for the conjugate base of a acetoacetic ester. ഏതാ? യാതൊരു പ്രയാസമില്ല. ശ്രദ്ധിക്കുക. CH3 അത് നമ്മൾ ശരിയായ സ്ട്രക്ചർ ചെയ്തോ. CO CH മൈനസ് COOET ഒരെണ്ണം. പിന്നെ CH3 CO മൈനസ് ഇങ്ങോട്ട് എഴുതും. അപ്പോൾ എന്തായി? ഇവിടെ ഡബിൾ ബോണ്ടായി CHCOOET ഇങ്ങനെ എഴുതാം. അല്ലെങ്കിലോ ഇത് ഇങ്ങോട്ട് പോകുന്ന എഴുതാം. CH3 C ഇവിടെ അങ്ങനെ എഴുതുക. ഇവിടെ സിംഗിൾ ബോണ്ട് CH, ഇവിടെ ഡബിൾ ബോണ്ട് CO മൈനസ് OET. ഈ 3 സ്ട്രക്ചേഴ്സ് ചെയ്താൽ നമുക്ക് you can see that the negative charge is traveling from this carbon to this oxygen and also to this oxygen. Delocalized. അതിന്റെ റെസൊണൻസ് പറയുന്നത് these 3 are the resonance structures of the എന്താണ് anion of a acetoacetic ester. That means
as acetic ester has got a tendency to lose a proton, so that the conjugate base formed is stabilized by resonance. Or you can say that this stabilization is the driving force behind the acidic nature of the methylene hydrogen atoms in acetoacetic ester. Okay. ഇതാണ് ഇതിന്റെ നമ്മൾ ആക്റ്റീവ് ആവാൻ കാരണം എന്താണ്? ഇതാണ് why acetoacetic ester is or the methylene group in acetoacetic ester is active or reactive. Is acidic, can be lost or can be released as H plus, because once it loses H plus, you can see the conjugate base can be stabilized by resonance. Okay. And a strong base like sodium ethoxide can react with say acetoacetic ester, forming its sodium salt. അപ്പോൾ സാധാരണഗതിയിൽ സ്ട്രോങ് ബേസ് ആയ സോഡിയം എത്തോക്സൈഡിനൊക്കെ ഇത് റിയാക്ട് ചെയ്ത് സോഡിയം സോൾട്ട് ആയി മാറാൻ പറ്റും. ഇത് സോഡിയം സോൾട്ട് എങ്ങനെ ഉണ്ടാവും? CH3 CO CH COOH. ഒരു എച്ചം കുറച്ച് കളയാം. ഒരു എച്ച് കുറച്ചാൽ എന്തുണ്ടാവും? ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. This is the sodium salt of acid. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞേ if it react with sodium ethoxide, എന്താ ചെയ്യുന്നത്? ആ എത്തോക്സൈഡ് വന്നിട്ട് ഇവിടെയുള്ള ഒരു പ്രോട്ടോൺ എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് നെഗറ്റീവോടെ കാണിച്ചിരിക്കുന്നത്. ആ നെഗറ്റീവ് ഇവിടെ തന്നെ നിൽക്കണമെന്നില്ല. ഈ ഓക്സിജനിലേക്കും നമ്മൾ നേരത്തെ കണ്ട ഓക്സിജനിലേക്കും പോകും. അതുകൊണ്ട് ഇവിടെ എവിടെയും കാണിക്കാണ്ട് പുറത്ത് കാണിച്ചേക്കുക. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ CH3 CO CH COOH Na plus ഏതൊരു വലിയ തകരാറില്ല. This is more correct because the negative charge cannot be localized on this carbon. It is delocalized onto these oxygens. ഇവിടെയോ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക. കാർബണിലല്ല ശ്രദ്ധിക്കുക, ഓക്സിജൻ. ഈ ഓക്സിജനിൽ അല്ലെങ്കിൽ ഈ കാർബണിൽ ഈ മൂന്ന് സ്ഥലത്ത് കാണാം. But it is equally distributed between the three carbon atoms. So 3 atoms, 1 carbon and 2 oxygen. That is leading to stability. പണ്ടേ പറയാറുണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഒരു മോളിക്യൂളിലോ അയോളിലോ എവിടെയെങ്കിലും ആവട്ടെ, if it is forced to localized on a particular atom, that is unstable. But if it is possible to delocalize it, it becomes a more stable. If it is forced to localize on a particular atom, negative charge, such a system will be less stable compared to a case where this negative charge can be delocalized into different atoms. ഒന്നിൽ കൂടുതലായിരുന്നു, രണ്ടോ മൂന്നോ എത്ര ആറ്റത്തിൽ ഡീലോക്കലൈസ് എത്രയത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ആര്? ആ സ്പീഷീസ് ഞാനാണോ ആരാന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? ഇവിടെ ഇതിപ്പോൾ സ്റ്റേബിൾ ആണ്. എനിവേ ദാറ്റ് ഈസ് സോഡിയം സോൾട്ട്. ആൻഡ് ദ മെയിൻ റിയാക്ഷൻ ഓഫ് ദിസ് സോഡിയം സോൾട്ട് ഓഫ് അസറ്റോഅസിറ്റിക്, ദിസ് ഇസ് കോൾഡ് സോഡിയം സോൾട്ട് ഓഫ് അസറ്റോഅസിറ്റിക് എസ്റ്റർ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? NaOH react with the complete area CH3. നിങ്ങൾക്ക് മനസ്സിലാകുന്ന എൻ്റെ വിശ്വാസം. CH2 COOH plus NaOH sodium ethoxide giving CH3 CO CH ഒരു എച്ചം കുറച്ച് കളയാ COOH. ബാക്കിയൊന്നും കുറക്കാൻ പാടില്ല. നെഗറ്റീവ് Na പ്ലസ് ഇവിടെ എൻ്റെ പോയി ഇവിടെ OH Na പ്ലസ് OH മൈനസ് ഈ OH മൈനസ് ആണ് ഇവിടെ H പ്ലസ് എടുത്തോണ്ട് ബാക്കി എന്താവും? പ്ലസ് ETOH ETOH H പ്ലസ് എടുത്ത് പോയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മൊത്തത്തിൽ ഇവിടെ എവിടെയും ചാർജ് ഇല്ല. കാരണം ഇതിന് ചാർജ് ഇല്ല, ഇതിനും മൊത്തം ചാർജ് ഇല്ല, ഇതിന് മൊത്തം ചാർജ് ഇല്ല, ഇതിന് മൊത്തം ചാർജ് ഇല്ല. പക്ഷേ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നത് വേണ്ടി വരച്ചാണ്. സോഡിയം സോൾട്ട് ഓഫ് അസറ്റോഅസിറ്റിക് എസ്റ്റർ. സോഡിയം സോൾട്ട് ഓഫ് അസറ്റോഅസിറ്റിക് എസ്റ്റർ വേണം ചുരുക്കിയിട്ട് സോഡിയോ അസെറ്റ് അങ്ങനെ ഒരു പേരുണ്ട്. സോഡിയം സോൾട്ട് ഓഫ് അസറ്റോഅസിറ്റിക് എസ്റ്റർ എന്ന് പറയുന്നതിന് പകരം അർത്ഥം തന്നെയാണ് സോഡിയോ അസറ്റോഅസിറ്റിക് എസ്റ്റർ. രണ്ടും ഒന്നാണ്. ഓക്കെ. അപ്പോഴേ സോഡിയം സോൾട്ട് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ.